അസ്സലാമു അലൈക്കും. ഇന്ന് നമുക്ക് ഒരു ഓണിയൻ പക്കോട ഉണ്ടാക്കിയാലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 വലിയ സവാള സ്ലൈസാക്കി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നു. അതിലേക്ക് ഒരു ചെറിയ പീസ് ഇഞ്ചി ചോപ്പ് ചെയ്തതും പിന്നെ ഒരു പച്ചമുളകും ആഡ് ചെയ്തെടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പില, 1 ടീസ്പൂൺ പെരുംജീരകം, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ കളറിന് വേണ്ടിയിട്ട്, ഓപ്ഷണലാണ്, വേണമെങ്കിൽ ഇട്ടാൽ മതി. കുറച്ച് കായപ്പൊടി, ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൈ കൊണ്ടൊന്ന് തിരുമ്മി കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ഒരു മുട്ടയും കൂടി പൊട്ടിച്ചൊഴിക്കാം. എന്നിട്ട് ഒന്നും കൂടി മുട്ട ഇതിൽ മിക്സ് ചെയ്ത് കൊടുക്കാം. പച്ചമുളക് കൂടുതൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. കുട്ടികളുള്ളത് കൊണ്ട് ഞാൻ ഒരു പച്ചമുളക് ഇട്ടിട്ടുള്ളൂ. എന്നിട്ട് ഇതിലേക്ക് 1 കപ്പ് കടലമാവ് ഇട്ട് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് കോൺഫ്ലവർ ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ അരിപ്പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. വെള്ളമൊന്നും ഞാൻ ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്കിത് ഒരു 10 മിനിറ്റേക്ക് അടിച്ചു വെക്കാം. ഇപ്പോൾ നമ്മളെ എണ്ണ നന്നായി ചൂടായി വന്നിരിക്കുന്നത്. അതിലോട്ട് നമുക്ക് പക്കോട ഇട്ട് കൊടുക്കാം. തിന്നായിട്ടിടണം, ഉണ്ട ആക്കിയിടരുത്. ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് ഫ്രൈ ചെയ്യണം. ഒരു 2 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ പക്കോട ഒക്കെ മുരിഞ്ഞ് വന്നിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. നല്ല ക്രിസ്പിയായി വന്നിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. അങ്ങനെ നമ്മൾ ക്രിസ്പി പക്കോട റെഡിയാണ്. കണ്ടോ, നല്ല ക്രിസ്പിയാണ്. ഈസി ആയിട്ട് ഉണ്ടാക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണേ. താങ്ക് യു.